ഫെർട്ടിലൈസർ മറ്റു ഫെർട്ടിലൈസർ ഉപയോഗിക്കാതെ ഇത് തന്നെ ഉപയോഗിക്കുമ്പം മണ്ണിന് നല്ലപോലെ പ്രയോജനമുണ്ട്. കൃഷി ചെയ്യുന്നത് വളരെയധികം ലാഭകരമാണ്, പ്രയോജനപ്രദമാണ്. എൻ്റെ പേര് നാരായണൻ നായർ എന്നാണ്. ഞാൻ താമസിക്കുന്നത് അമ്പലപ്പുഴ. ഞാൻ 2018 മുതലാണ് ഈ കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനക്കൽ ഫാർമയുടെ ഒരു പരസ്യം ഫേസ്ബുക്കിൽ കണ്ടത്. അങ്ങനെ ആ മരുന്ന് വാങ്ങിച്ച് ആഗ്രോ-ഈൽഡ് വാഴയുടെയും തെങ്ങിൻ്റെയും പിന്നെ പച്ചക്കറിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവർ ഇങ്ങനെ 4-5 കൂട്ടം മരുന്നുകൾ ഞാൻ വാങ്ങിച്ചു. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കി. ഉപയോഗിക്കുന്ന രീതി വളരെ കൺവീനിയൻസ് ആണ്. കാരണം വെള്ളത്തിൽ കലക്കി 350 ഗുളിക വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വാഴയുടെ ചുവട്ടിലോ ഒഴിച്ചാൽ മതി. ഇപ്പോൾ മറ്റേ ഇംഗ്ലീഷ് മരുന്ന് വല്ലതും ആണെങ്കിൽ എൻ്റെ മണ്ടയിൽ കയറി ഒഴിക്കാനൊക്കെ ഇപ്പം എല്ലാവരും എപ്പോഴും ഇപ്പം തെങ്ങ കയറുന്ന ആൾക്കാരെ കിട്ടാൻ വളരെ ദുർലഭമാണ്. കഴിഞ്ഞൊരു 5-8 വർഷമായിട്ടുള്ള ആ റിസർച്ച് അങ്ങനെ തന്നെ തുടർന്നു പോരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എൻ്റെ പഠനത്തിനനുസരിച്ച് ക്രോഡീകരിച്ചത് ഒരു 12 ഐറ്റം മരുന്നുകളായിട്ടാണ് നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞത്. ഒന്നത് ദീർഘകാല വിളകളാണ്. ദീർഘകാല വിളകളിൽ പെട്ടത് എല്ലാത്തിനും ഒരേ മരുന്നുകളായിട്ടാണ് അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. ജാതി, കൊക്കോ, ഗ്രാമ്പൂ തുടങ്ങിയ ദീർഘകാല വിളകൾക്ക്, പിന്നെ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റത്തിനും ഒരേ മരുന്ന്, പിന്നെ ഗാർഡൻ ടൈപ്പ്, പിന്നെ പൂച്ചെടികൾക്ക് വേറെ, കാടമം വേറെ, നെല്ല് വേറെ, അങ്ങനെ ആ രൂപത്തിൽ ഓരോ സ്പീഷ്യസ് അനുസരിച്ചാണ് പഠനം നടത്തിയത്. മാവുണ്ട്, പപ്പയ ഫ്രൂട്ട്സ്, പപ്പയുണ്ട്, സപ്പോട്ട, ഇങ്ങനെ ഫ്രൂട്ട്സ് ഇതുണ്ട്. പിന്നെ പച്ചക്കറികളെല്ലാം ഉണ്ട്, എല്ലാ പച്ചക്കറികളുണ്ട്. പയർ, പച്ചമുളക് പല വെറൈറ്റി ഉണ്ട്. കാന്താരി മുളക് 3-4 സൈസുണ്ട്, കളറും. കപ്പയുണ്ട്, എല്ലാം ഇച്ചിരി ഉണ്ട്. എനിക്ക് ഞാനൊരു മൊത്തം ഒരു 50 സെൻറ്റ് സ്ഥലം, അല്ലെങ്കിൽ ഒരു 35 സെൻറ്റ് സ്ഥലം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു. സാമാന്യം എല്ലാം തന്നെ കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പച്ചക്കറി വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. പിന്നെ തേങ്ങയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടുന്നുണ്ട്. വാഴയും ഞങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 3-4-5-8 കൊല്ലം ഒരു വർഷം കിട്ടും. കോസ്റ്റ് സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഏതാണ്ട് 600 ഗുളികയ്ക്ക് 350 രൂപ, പിന്നെ അതിൻ്റെ 100 രൂപ അതിൻ്റെ ഷിപ്പിങ് ചാർജ് എല്ലാം കൂടെ 400 ചില്ലറ വരും. എന്നാലും നമുക്ക് സാധാരണ മറ്റ് ഇംഗ്ലീഷ് മരുന്നൊക്കെ വാങ്ങിക്കുന്നതിന് നോക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. ഒരു 6 മാസം എന്തായാലും. വാഴയൊക്കെ ആണെങ്കിലും നല്ല ഗ്രോത്തിങ് ഉണ്ടാകുന്നുണ്ട്. വാഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തെ അറിയാൻ പറ്റും. തെങ്ങിന് പിന്നെ ഉടനെ അറിയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഏതായാലും ഗ്രോത്തിങ് സംശയമില്ല, നല്ല ഗ്രോത്തിങ് ആണ്. കാരണം നല്ലൊരു ഹോമിയോ വളം, നല്ലൊരു ഹോമിയോ വളമാണ്. അതിൻ്റെ കൂടെ നമുക്ക് മറ്റേ ജൈവവളങ്ങളോട് ഉപയോഗിക്കുമ്പോൾ മറ്റു ഫെർട്ടിലൈസർ ഉപയോഗിക്കാതെ ഇത് തന്നെ ഉപയോഗിക്കുമ്പം മണ്ണിന് നല്ലപോലെ പ്രയോജനമുണ്ട്. കൃഷി ചെയ്യുന്നത് വളരെയധികം ലാഭകരമാണ്, പ്രയോജനപ്രദമാണ്. ഇതാണ് എനിക്ക് ആ കൂടി പറയാനുള്ളത്.